കാരുണ്യവാനായ ദൈവമേ, പ്രപഞ്ചത്തിൻ്റെ ചൈതന്യമേ, ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിലേക്ക് ഹൃദയം തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അവിടുത്തെ സ്പർശനം അനുഭവവേദ്യമാക്കണമേ. മനസ്സിൻ്റെ ഭാരവുമായി നിൽക്കുന്നവർക്ക് ആശ്വാസവും, ഇരുട്ടിൽ വഴിയറിയാതെ നിൽക്കുന്നവർക്ക് പ്രകാശവുമായി നീ മാറണമേ. ഞങ്ങൾ ഇന്ന് കുറിക്കുന്ന ഈ പുണ്യവചനം കേവലം വാക്കുകളല്ല, മറിച്ച് അങ്ങയിലേക്കുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ഈ വചനം എഴുതി തീരുമ്പോഴേക്കും ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ആകാശത്തു നിന്ന് പെയ്യുന്ന അനുഗ്രഹം പോലെ അവരുടെ ജീവിതത്തിൽ വർഷിക്കപ്പെടട്ടെ. സമാധാനത്തിൻ്റെ കുളിർമ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിൽ നിറയട്ടെ. സകലതും ശുഭമായി ഭവിക്കട്ടെ. മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ എഴുതുന്നത് വെറുമൊരു വചനമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ സകല തകർച്ചകളെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ദൈവത്തിൻ്റെ മഹാവാഗ്ദാനമാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങും. ഇനി ഒരു തിരിച്ചുപോക്കില്ല, ഈ രോഗം മാറില്ല, ഈ കടബാധ്യത തീരില്ല, അല്ലെങ്കിൽ തകർന്നു പോയ ഈ ബന്ധം ഇനി ശരിയാവില്ല എന്ന് വിധി എഴുതുന്നിടത്താണ് ദൈവം ഇടപെടുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയും ശാസ്ത്രത്തിൻ്റെ കഴിവും അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. ഈ വചനം ഹൃദയത്തിൽ തൊട്ട് 33 തവണ എഴുതുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എൻ്റെ കഴിവിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ്. നിങ്ങൾ ഓരോ തവണയും ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ഭയവും നെഗറ്റീവ് ചിന്തകളും നീക്കം ചെയ്യപ്പെടുന്നു. പകരം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന ഉറച്ച വിശ്വാസം നിങ്ങളുടെ ആത്മാവിൽ പതിയും. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, അത് ജോലിയാകട്ടെ, വിവാഹമാകട്ടെ, വീട് പണിയാകട്ടെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ വഴി തുറക്കുന്നത് നിങ്ങൾ അനുഭവിക്കും. ചെങ്കടലിന് നടുവിൽ വഴി തുറന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിലും വഴി തുറക്കും. സമാധാനവും സൗഖ്യവും. നമ്മൾ ഈ വചനം ആവർത്തിച്ചെഴുതുമ്പോൾ നമ്മുടെ ശരീരം പോലും ആ പോസിറ്റീവ് വൈബ്രേഷനോട് പ്രതികരിക്കും. മാനസികമായ പിരിമുറക്കം കുറയും. ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ ലഭിക്കും. ദൈവഹിതം ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം നമുക്കായി കരുതിയിട്ടുണ്ട്. ഈ വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടാൻ തുടങ്ങും. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥനാപൂർവം ഈ വചനം ഓരോ തവണയും എഴുതുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ തടസ്സം, നമ്മളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം എന്താണോ, എനിക്ക് അസാധ്യമാണ്, പക്ഷേ അങ്ങേക്കിത് സാധ്യമാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. 33 തവണ നിങ്ങൾ ഈ അത്ഭുത വചനം എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വർഗീയ അനുഭവപ്പെടും. അത് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്നതിൻ്റെ അടയാളമാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന സാഹചര്യങ്ങളിലും ഈശോയുടെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വിശ്വാസത്തോടെ ഈ വചനം നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കും. എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും. കർത്താവെ, വഴിമുട്ടി നിൽക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടഞ്ഞുപോയ വാതിലുകൾ തുറക്കാനും അസാധ്യമായതിനെ സാധ്യമാക്കാനും അങ്ങേക്ക് കഴിയുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭയത്തിന് പകരം പ്രത്യാശ നൽകി, തളർച്ചയ്ക്ക് പകരം കരുത്ത് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ തടസ്സങ്ങളെയും അത്ഭുതങ്ങളാക്കി മാറ്റാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ആ ഒരു വിശ്വാസത്തോടെ ഇന്നേ ദിവസം നമുക്ക് ഈ വചനം എഴുതി പൂർത്തീകരിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഏത് ആഗ്രഹമാണോ ആ ആഗ്രഹം എഴുതുക. അതിനുശേഷം വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുൻപായോ ഈ വചനം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
33 തവണയും ഉരുവിട്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ എല്ലാവിധ തടസ്സങ്ങളും നീക്കിയെന്നു ഉറച്ച വിശ്വാസത്താൽ വേണം നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗം ഈശോ സാധ്യമാക്കി തന്നതിന് നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം ഈശോ സാധ്യമാക്കിയെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ വചനം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം കാണാൻ സാധിക്കും. ഇന്ന് ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.